ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ ഡേ 15 ആണ് കേട്ടോ. അപ്പൊ ഇന്ന് നടന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ഒരു തരത്തിലും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇന്ന് മൊത്തത്തിൽ ഒരു അടി ദിവസമായിരുന്നു കേട്ടോ. ഗിസേലിന്റെ ഉപഗ്രഹങ്ങളായ ബാക്കി കണ്ടസ്റ്റന്റ് അനുവിനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? അതേപോലെ തന്നെ ഗിസേലിനെ സുഖിപ്പിക്കാൻ വേണ്ടിയാണോ രണ ഫാത്തിമ ഇന്ന് അനുവായിട്ട് ഒരു ഉടക്കുണ്ടാക്കിയത്? അതേപോലെ തന്നെ അനു മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അനുവിന്റെ കുറ്റങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് വകയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? അതേപോലെ തന്നെ അനുവിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി കിച്ചൺ ടീമിൽ കടന്നു കയറാനുള്ള അക്ബറിന്റെയും അപ്പാനയുടെയും പ്ലാൻ വിജയിച്ചോ, അതോ അനു അത് തടുത്തു നിന്നോ? ഇനി അനു നമ്മുടെ പേർലിയമണിയുടെ ഗെയിം സ്ട്രാറ്റജി ആണോ ഇവിടെ എടുക്കുന്നത്? അനു ഗിസേൽ തർക്കം അത് നമ്മുടെ അനീഷിന്റെ ഗെയിം ഒരു സൈഡ് ആക്കിയോ? അതേപോലെ തന്നെ നമ്മുടെ അപ്പാനി ഷറത്തിന്റെയും അക്ബറിന്റെയും ഗെയിം പ്ലാൻ മൊത്തത്തിൽ നമ്മുടെ ഷാനവാസ് പൊളിച്ചടിക്കുകയോ? അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കണം കേട്ടോ. അതേപോലെ തന്നെ ഗിസേലിന്റെ എല്ലാവരെയും ടൂൾ ആക്കിയുള്ള ഗെയിം അത് സക്സസ് ആയോ? എല്ലാവരെയും സൈഡ് ആക്കിക്കൊണ്ടാണ് ഗിസേൽ ഇപ്പൊ ഗെയിം കളിക്കുന്നത്. അപ്പോ ഇതിലൊരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഇന്ന് പല പ്രശ്നങ്ങളും ഗിസയില് കാരണം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർ തമ്മിൽ അടി ഉണ്ടാക്കുകയും ഗിസയിൽ അത് മാറി നിന്ന് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. അതെല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ എന്തായാലും എല്ലാ ഇന്നത്തെ കാര്യങ്ങളുമായിട്ട് നമുക്ക് റിവ്യൂവിലേക്ക് കിടക്കാം. അപ്പൊ എപ്പിസോഡ് 15 റിവ്യൂ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ ബിഗ് ബോസ് മാൻ ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. കൂടാതെ നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ ഞങ്ങളെ എഴുതി അറിയിക്കുക. അപ്പൊ ഇന്ന് ഡേ 15 തുടങ്ങുന്നത് നമ്മുടെ ക്യൂനിലെ പാട്ട് തുടങ്ങിക്കൊണ്ടാണ്. പൊടിപാറണ തേരാണേ ആഘോഷത്തേ കൂടാണ് എന്തായാലും അപ്പൊ ആ പാട്ടുമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അതിനുശേഷം കിച്ചണിൽ ഓറഞ്ച് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പൊ അതെടുക്കാൻ നേരത്ത് എല്ലാവരും കൂടി മൊത്തത്തിൽ ഒരു ബഹളമായിരുന്നു. അപ്പൊ നെവിൻ അത് ഓറഞ്ച് എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ആദില് ഭയങ്കരമായിട്ട് ഡാ എന്നൊക്കെ വിളിച്ച് എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നൂറ ഓക്കെ അപ്പൊ സംസാരിച്ചായിരുന്നു. എനിക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോകും. അപ്പൊ സംസാരിച്ചായിരുന്നു. അപ്പൊ അത് നെവിൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നെവിൻ പറഞ്ഞു ഞാൻ തൊടുതില്ല എടുക്കത്തില്ല അങ്ങനെയൊക്കെ സംസാരിച്ച്. നെവിൻ നല്ല ഇതായിട്ടാണ് സംസാരിച്ചത്. അതായത് നൂറ വിചാരിച്ചു ഇങ്ങനെ കൈകൊണ്ട് വന്നപ്പോഴത്തേക്ക് എടുത്തോണ്ട് പോകാനെന്ന് കരുതി. അതാ പ്രശ്നം. ഒരു വട്ടം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അത് തന്നെ. അപ്പൊ അങ്ങനെ നെവിന് ഇച്ചിരി പ്രശ്നമൊക്കെ അവിടെ ഉണ്ടാക്കി. കിച്ചണിൽ ഞാൻ ഇനി കേറത്തില്ല, പിന്നെ എനിക്ക് എന്റെ അവകാശമാണ്, എനിക്ക് തൊടുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പിന്നെയും വന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആര്യനും അനുവും തമ്മിൽ ഒരു ലവ് കോംബോ വർക്ക് ചെയ്യുന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ അവിടെ ഒരു സംസാരം. പക്ഷെ അങ്ങനെ തോന്നിയിട്ടില്ല. അത് ഇന്ന് നമ്മുടെ ആര്യൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അനു വന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട് കുറച്ചൊക്കെ ഗൗരവത്തോടെ നീ നിൽക്കണം, ഇതൊക്കെ ഭയങ്കര കോമഡി ആവുന്ന പോലെ ആവൂന്ന് പറഞ്ഞിട്ട് ആര്യനെ അനു നമ്മുടെ ബാത്റൂം ഏരിയയിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടുത്തെ ഒരു മറ്റേ ഗാർബേജ് ബാഗ് ഉണ്ടല്ലോ അതെടുത്തൊരു തൊപ്പി പോലൊക്കെ വെച്ചു കൊടുത്തിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് നടക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ശരത്തും അക്ബറും സരികയും ആ ഒരു ടീം ഉണ്ടല്ലോ അവരെല്ലാരും കൂടി ഇരുന്ന് പറയുന്നുണ്ട് ഇപ്പൊ വരും നമ്മള് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത്, നമ്മള് കാണാത്ത രീതിയിൽ ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആര്യന് നല്ല കൊടുക്കണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്താ, പക്ഷെ ഈ ഒരു കണ്ടന്റിനായിട്ടാ വരുന്നതെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് മൈൻഡ് ചെയ്യണ്ട എന്നുള്ള രീതിയാക്കി. അപ്പോ ഇവര് വരുന്നു, ആര്യൻ വരുന്നു, എല്ലാത്തിനും മുമ്പിലിരിക്കുന്നു, ആരോ നോക്കുന്നു, ഇവരാരും മൈൻഡ് ചെയ്യാതിരിക്കുന്നു. അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നില്ല, മനഃപൂർവ്വം കൊടുക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആദിലും അനുവും കൂടെ ബെഡിലിരുന്ന് സംസാരിക്കുമ്പോൾ ആദിൽ ചോദിക്കുന്നുണ്ട് നിനക്ക് ആര്യനോടൊരു ആര്യനടുത്ത് ചെല്ലുമ്പോൾ ഒരു സ്മൈലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താണ് ആര്യനോടുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനു പറയുന്നുണ്ട് ആര്യന് വെറും 23 വയസ്സേ ഉള്ളൂ, എനിക്ക് ആ രീതിയിലൊന്നും ആര്യനായിട്ടില്ല, പിന്നെ എനിക്കിവിടെ ഒരു ആരുമില്ല, ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ജെനുവൻ ആയിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് നമ്മുടെ ഷാരികയുടെ ഹോട്ട് സീറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇത് വലിയൊരു പ്രശ്നത്തിലാണ് ലാസ്റ്റ് പോയി നിന്നത്. ആദ്യം തമാശ രീതിയിലൊക്കെ തുടങ്ങിയതാണ്, പക്ഷെ ഇത് ലാസ്റ്റ് ഒരു വലിയ പ്രശ്നമായി കേട്ടോ. അതായത് നമ്മുടെ സരികയാണ് കേട്ടോ ഹോട്ട് സീറ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഷാരിക ചോദിക്കുകയാണ് നിങ്ങൾ അവിടെ ചിരിച്ചും കളിച്ചും പലരുടെ ഇടയിൽ കിടക്കുവല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് വീട്ടിലെല്ലാരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ നമ്മുടെ സരികയും ചിരിക്കുന്നുണ്ട്, വീട്ടുകാരും ചിരിക്കുന്നുണ്ട്. ഒരു ഫൺ പോലെയാണ് ഇത് പോയത്. അപ്പോഴത്തേക്കും നമ്മുടെ ഷാരിക വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ പുറകിൽ നിന്ന് കുത്തിയ ആൾക്കാർ അതിവിദഗ്ധമായിട്ട് പ്രീ പ്ലാൻ ചെയ്ത് ഇവിടെ കിടന്ന് മെഴുകി ഗ്രൂപ്പിസം കാണിച്ചിട്ട് പുറത്ത് വന്ന് കുത്തിയെ വൃത്തികെട്ട സ്വഭാവം ജനങ്ങൾ കാണുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ ഷാരിക
വളരെ ചിരിച്ചുകൊണ്ട്, അത് കാണാനാണല്ലോ 24 hours ലൈവ് വെക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു. ചിരിച്ചുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ നടക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടുകാരും ഇതിനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് ഷാരികയും സരികയും എല്ലാം തമാശ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഷാരിക പറയുന്നു, ബിഗ് ബോസ് കഴിഞ്ഞ ഒരു ലൈഫ് വേണ്ടതാണോ? ഈ കോമാളിത്തരം ഒക്കെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണോ? ആൾക്കാർ ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഒരു മ്ലേച്ഛതയല്ലല്ലോ വരുന്നത്. നിങ്ങൾ ഹസ്ബൻഡായി സെപ്പറേറ്റ് ആവുന്ന എന്നൊക്കെ പറയുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴും സരിക ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ എന്നിട്ട് സരിക ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എന്റെ വ്യക്തിത്വം ഒക്കെ കാണിക്കാനായിട്ടാണ് ഞാനിവിടെ വരുന്നത്, എന്റെ വികാരങ്ങളും ഒക്കെ കാണിക്കാനായിട്ടാണ് ഞാൻ വരുന്നത്, ഇത് കണ്ടിട്ട് എന്നെ സ്നേഹിച്ചാൽ മതി എന്ന് നമ്മുടെ സരിക പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഷാരികയ്ക്ക് വീണ്ടും ആവേശം കൂടി. അപ്പൊ ഷാരിക ചോദിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഓടിക്കാൻ വേണ്ടി മാത്രമാണോ ഈ ഷോയിൽ വന്ന്? അപ്പൊ നിങ്ങൾക്കൊരു കാമുകൻ ഉണ്ടല്ലേ എന്നിങ്ങനെ നമ്മുടെ സരിക ചോദിക്കുന്നു കേട്ടോ. അപ്പോഴും നമ്മുടെ സരിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നല്ല എനിക്ക് ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. വീട്ടുകാരെ എന്റെ കൂടെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഷാരിക ഇതിന്റെ ഇടയിൽ കുറച്ചും കൂടെ ആവേശം കയറിയിട്ട് ഇങ്ങനെ, അപ്പൊ നിങ്ങളെ വശീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ പറഞ്ഞത്? അപ്പൊ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആധാര വെടിവെക്ക് കാണിച്ച് വശീകരണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും കൂടെ ഒരുമിച്ച് ചിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ അക്ബർ ഇരിപ്പുണ്ട്, ബിന്നിയുണ്ട്, രേണുണ്ട്, സരികയുണ്ട്, എല്ലാരും കൂടി ഇരുന്നാണ് കേട്ടോ ചിരിച്ചത്. ആവേശം കൂടി പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും ഇത് ഇവര് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് തന്നെ, അതായത് ഹോട്ട്സ്പോട്ട് പരിപാടി പോലെ ചെയ്യാം, സരികയും സമ്മതിച്ചു, അങ്ങനെ നല്ല രീതിക്ക് ആ രീതിയിൽ തന്നെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൺഫേം ചെയ്തിട്ടാണ് ഇവർ തുടങ്ങിയത്. അങ്ങനെയാണ് പുള്ളിക്കാരെ വെളിയിൽ ചോദിക്കുന്ന അറിയാലോ നമുക്ക്. അതേപോലെ തന്നെയാണ് ഇവിടെയും ചോദിച്ചത്. അതൊക്കെ ചോദിച്ച ആ ഒരു സ്പിരിറ്റിലാണ് സംഭവം നടന്നു പോയത്. പിന്നെയാണ് പ്രശ്നങ്ങൾ ആവുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിൽ അക്ബർ, രേണു, ബിന്നി അതുപോലെ സരിക ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പം സരിക പറയുന്നുണ്ട്, ഷാരിക ഇടയ്ക്കിടയ്ക്ക് പറയണ്ട, എന്റെ മുഖം കാണുമ്പോൾ ഒരു ലാസ്യ ഭാവമാണ്, അതിവിടെയും പറഞ്ഞപ്പോ ഞെട്ടി എന്ന് പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും അത് വിഷമിക്കേണ്ട, ആ ഒരു സൗന്ദര്യം ഒന്നും ചേച്ചിക്കില്ല എന്ന് തമാശ രീതിയിൽ പറയുമ്പോൾ ഇത് തമാശ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി വേറൊരു സെൻസിലോട്ടാണ് പോകുന്നത്. അപ്പൊ ബിന്നി പറയുന്നുണ്ട്, ചേച്ചി ആ ഒരു സെൻസിലെടുത്ത കൊണ്ടാണ്, ഇല്ല ഞാനായിരുന്നെങ്കിൽ ഒന്ന് പൊട്ടിച്ചാനെ എന്നിങ്ങനെ പറഞ്ഞ്, അതായത് ബിന്നി ഒന്ന് മൂപ്പിച്ചു വിട്ടാന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ മുഖഭാവമൊക്കെ മാറി. അങ്ങനെ ആ ഒരു ടോപ്പിക്ക് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെഗാ വഴക്ക് നടക്കുന്നത്. അതായത് അനുവും റെന ഫാത്തിമയും കൂടെ കിച്ചണിൽ ഒരു മുട്ട വഴക്കായിരുന്നു. അതെ, റെന ഫാത്തിമയ്ക്ക് കണ്ടന്റ് വേണമെങ്കിൽ കിച്ചൺ ടീമിൽ ആരുടെങ്കിലും ഉടക്കണം. അത് മാത്രമേ റെന ഫാത്തിമയ്ക്കുള്ള കണ്ടന്റ്. പിന്നെ ഉടക്കി കഴിഞ്ഞാൽ പിന്നെ സംസാരമൊന്നും ഇല്ല, ജസ്റ്റ് എന്തെങ്കിലും ഇങ്ങനെ അതെ, ഭയങ്കര ഗസ്റ്റർ ആട്ടോ കാണിക്കണേ. അത് നമുക്ക് ഭയങ്കരമായിട്ട് വരും. മുഖഭാവം വെച്ചും അല്ലാതെ കൈയും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന കൊച്ചു, എന്തോന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മുടെ ശരത്തും റെന ഫാത്തിമയും അനുവും എല്ലാം നിൽപ്പുണ്ട്. അപ്പൊ അനുവൊക്കെ നല്ല രീതിയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ, റെന ഫാത്തിമ അവിടെ പോയി വെറുതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം റെന എന്തോ പറയുമ്പോൾ നമ്മുടെ അനു പറയുന്നുണ്ട്, 2 ദോശയാണ് എല്ലാവർക്കും കൊടുത്തത്, പിന്നെയും ദോശ ചോദിച്ചു വന്നു, അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ട് ചെന്നപ്പം ഈ കുട്ടി വേണ്ടെന്ന് പറഞ്ഞെന്ന് കേട്ടോ. അപ്പം റെന പറയുന്നത്, അതെനിക്ക് വേണ്ടാത്തോണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ അനു പറയുന്നത്, അതെന്താ മോളെ അത്ര പെട്ടെന്ന് വിശപ്പ് മാറിയോ, നിങ്ങള് പറഞ്ഞിട്ടല്ലേ ഞാൻ തന്നതെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മുടെ അനു പറയുന്നുണ്ട്, നിങ്ങൾ സമാധാനമായിട്ട് ഞങ്ങൾ ഇതൊന്ന് ചെയ്തോട്ടെ, ഞങ്ങൾ കുക്ക് ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ റെന പറയുന്നത്, നിങ്ങൾ സമാധാനമായിട്ട് ചെയ്തോ, പ്രശ്നം ഉണ്ടാക്കാനല്ലല്ലോ ഞാനും വന്നേന്നും പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ശരത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ സമാധാനമായിട്ടൊന്ന് ചെയ്തോട്ടെ, പ്ലീസ് പ്രശ്നം ഉണ്ടാക്കാതെന്ന് നമ്മുടെ റെനയെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ റെന പറഞ്ഞു, ഞാൻ വെറുതെ നോക്കി നിൽക്കുവോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നേ അല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നെവിൻ ചോദിക്കുന്നുണ്ട്, നെവിൻ കിച്ചൺ ടീമിലുള്ള. അപ്പൊ നെവിൻ ചോദിക്കുന്നത്, എന്തിനാ ഈ ചൂടാവും, നമ്മുടെ അനുവിന്റെ അടുത്തായിട്ടോ ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ അനു നെവിന്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ചോദിക്കാൻ അറിയാം, എനിക്ക് ആരും സൂചിപ്പിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ തമ്മിൽ ഒരു വഴക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ അനു വന്നിട്ട്, അപ്പൊ ഇവര് തമ്മിൽ ഭയങ്കരമായ രീതിയിൽ അവിടെ ഒരു വഴക്കൊക്കെ നടന്നിട്ടോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ അനു പറഞ്ഞ്, ഭാവിയിൽ ആദ്യം വെറുപ്പ് സമ്പാദിക്കരുത്, നീ ഒരു പെൺകുട്ടിയാണ്, അത് ലാസ്റ്റ് നിനക്കത് ദോഷമായി മാറുന്ന നമ്മുടെ അനു പറഞ്ഞു. രണ ഫാത്തിമ പറഞ്ഞ്, ജെൻഡർ കാർഡ് ഇറക്കുന്നത് എന്തിനാ, പെൺകുട്ടികളായാൽ എന്തോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ജെൻഡർ കാർഡ് എന്നുള്ള രീതിയിൽ. അതിന്റെ കൂടെ തന്നെ ചപ്പാത്തി കളിയാണോ, അത് ട്രിഗർ ചെയ്യാൻ തന്നെ ചോദിച്ചതാണ്. അല്ല, രണ ഫാത്തിമ ട്രിഗർ ചെയ്യാൻ വേണ്ടി തന്നെയായിട്ടാണ് വന്നത്. ആ ഒരു പ്ലാനോടെ തന്നെയാണ് പുള്ളിക്കാരി അവിടെ വന്നത് തന്നെ. അപ്പൊ നമ്മൾ അനു പറയുന്നത്, എഴുന്നേറ്റ് പൊടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എഴുന്നേറ്റ് പൊടി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ റെന ചോദിക്കുന്നുണ്ട്, എന്തിനാ കിടന്ന് ട്രിഗർ ആവുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പൊ
നമ്മുടെ അനു പറയുന്നത് കുറച്ചെങ്കിലും റെസ്പെക്ട് വേണം, നിനക്ക് നിന്റെ ഉമ്മയും പാപ്പയും അത് പറഞ്ഞു തന്നിട്ടില്ലേന്ന് പറഞ്ഞിട്ട് അനു ആണ് ഇവിടെ വീട്ടില് ഇങ്ങനെ വീട്ടുകാരെ ഇങ്ങനെ ഇതിൽ ഈ ഒരു രീതി പറഞ്ഞേട്ടോ. അപ്പം നമ്മുടെ രണ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തിനാണ് വീട്ടുകാരെ എടുത്തിരുന്നത്, എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചിട്ട് നമ്മുടെ അനുവിനോട് തിരിച്ച് രണ ഫാത്തിമ ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ വീട്ടുകാരെ ചേച്ചി ഇങ്ങനെയാണോ പഠിപ്പിച്ചു വിട്ടേക്കുന്നത്, എന്നാ വളരെ മോശമായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുച്ഛം മാത്രം ഇങ്ങനെ പറയുന്നുണ്ട്. ഈ അനുവിന്റെ ഒരു പ്രശ്നം ഇതാണ്, നമ്മുടെ ഈ നാട്ടിലും അല്ലെങ്കിൽ വീട്ടിലൊക്കെ സംസാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾക്ക് പൊതുവായിട്ടൊന്നും സംസാരിക്കാൻ ചെയ്തുകൂടാത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ റിയാലിറ്റി ഷോയിൽ ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോയിൽ വന്നൊന്നും സംസാരിക്കാൻ പറ്റില്ല, സംസാരിച്ചുകൂടാ. അപ്പൊ അങ്ങനെയുള്ള ഒരു ടോക്ക് അനുവിന് ഗെയിമിന് തന്നെ വളരെയധികം ബാധിക്കും. അല്ല, ഈ അനു പറയുന്നതിൽ കാര്യം ഉണ്ടെങ്കിലും ലാസ്റ്റ് അനുവിന്റെ ഇമാതിരിയുള്ള ചില ഡയലോഗുകൾ വരുമ്പോഴത്തേക്ക് അനുവിന് തന്നെ ഇത് എതിരായിട്ട് വരും. കാരണം നമ്മൾ അങ്ങനെ വീട്ടുകാരെ അങ്ങനെ ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല, അങ്ങനെ സംസാരിക്കണ്ട. കാരണം ഇത് ഓൾറെഡി ബിൻസി മുന്നേ ഒരു വട്ടം ഇതേപോലെ പറഞ്ഞപ്പോഴും ബിൻസിക്ക് നല്ല രീതിയിൽ നെഗറ്റീവായ ഒരു കാര്യം. അപ്പൊ ഇവിടെ അനു അത് തന്നെയാണ് ചെയ്യുന്നത്. ആ ഒരു ഇങ്ങനത്തെ ഉള്ള സംസാരവും ആ ഒരു കരച്ചിലൊക്കെ നിർത്തി കഴിഞ്ഞാൽ അനുവിന് നല്ല രീതിയിൽ മുന്നേറാൻ പറ്റും. കാരണം ഇത്രയും വഴക്ക് നടക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരുന്നു നിന്ന്, പിന്നീടാണ് പോയി ആള് കരഞ്ഞത്. അല്ല, അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ആഴ്ച ഗിസയിൽ ഇത്രയും റൂള് ബ്രേക്ക് ചെയ്തിട്ട് കൂടി അനുവിനായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ശരി. പക്ഷെ അനുവിന്റെ ഈ ഡയലോഗും കാര്യങ്ങളും കാരണം ലാലേട്ടൻ വന്നിട്ട് ഫയർ ചെയ്യേണ്ടിയും വന്ന് ആളുകളെല്ലാം അനു ആണ് നെഗറ്റീവ്. പിന്നെ വെളിയിലാണെങ്കിലും കുറെ പേർക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതും നെഗറ്റീവ് ആവുന്നത് അതുകൊണ്ടാണ്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റണ പോയി ഗിസേലിനോട് പറയുന്നുണ്ട്, ഞാൻ ട്രിഗർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, ആള് ട്രിഗർ ആയി, പിന്നെ ആൾക്ക് പുറത്ത് PR വർക്ക് ഉണ്ട്, അപ്പൊ എനിക്കിത് നെഗറ്റീവ് ആയി വരും എന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗിസേലിനെ പോയി ഭയങ്കരമായ രീതിയിൽ അതായത് പുള്ളിക്കാർ അപ്പൊ നമ്മുടെ ഗെയിമിനെ ബാധിക്കും എന്ന് അറിഞ്ഞിട്ട് കൂടി ഗിസേലിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ ഫാത്തിമ ഇക്കാര്യം ചെയ്തത്. അപ്പൊ അത് നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് ഗിസേലിന്റെ സക്സസ്, ഇത് തന്നെയാണ്. ഇങ്ങനെയുള്ളവരെ ട്രാപ്പിലാക്കി വെച്ചിട്ടുണ്ട്, അതിന് ടൂളാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരാൾ ഇപ്പൊ രണ ഫാത്തിമ കേൾസില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ അനു കിച്ചണിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞു നിന്ന് കരയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പാനി ഒന്ന് ചോദിച്ചു, എന്തിട്ട് നീ കരയുന്നെന്ന് ചോദിച്ചപ്പം അനു എന്നെ ചപ്പാത്തികൾ ഇന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരത്, നീ നിന്റെ കാര്യം നോക്കും, നീ അതിന് മറുപടി എടുത്തില്ല, ഒന്ന് ചെയ്ത് പറഞ്ഞിട്ട് ശരത്ത് പോയി ശരത്തിന്റെ പണിയെ ഞാൻ നോക്കി കേട്ടോ. അതെ, അതിനുശേഷമാണ് നമ്മുടെ നോമിനേഷൻ വന്നേക്കുന്നത്. അടുത്ത ആഴ്ചത്തുള്ള എവിക്ഷനുള്ള നോമിനേഷൻ. അത് ബിഗ് ബോസിന്റെ ഒരു തലക്കെട്ട് എന്ന് പറയാം. നല്ല രസം ഉണ്ടായിരുന്നു അത് കേൾക്കാൻ. അത് ഒന്നും ചെയ്യാതെ മിണ്ടാപ്പൂച്ചയായി ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭിനന്ദനങ്ങൾ, അതേപോലെ നല്ല പ്ലാനോട് വന്ന് ഈ ഗെയിം കളിക്കുന്നവർക്ക് അഭിനന്ദനങ്ങൾ, ഒരു പ്ലാനും ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്നവർക്ക് അഭിനന്ദനങ്ങൾ, ഹീറോയിനുമായിട്ട് നിൽക്കുന്നവർക്ക് അഭിനന്ദനങ്ങൾ, അതൊന്നും അല്ലാത്തവർക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞു നല്ലൊരു രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. അവരെയൊക്കെ വോട്ട് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് നല്ല രസം ഉണ്ടായിരുന്നു അത് കേൾക്കാൻ. അപ്പൊ ആദ്യം നമുക്ക് വോട്ടിങ്ങിനായിട്ട് വന്നത് അനുമോളാണ് കേട്ടോ. അപ്പൊ അനുമോള് പറയുന്നത്, അനുമോളുടെ 2 നോമിനേഷൻ എന്ന് പറയുന്നത് ഒന്ന് അക്ബറും ജിസയിലും ആയിരുന്നേ. അക്ബറിനെ പറ്റി പറഞ്ഞെന്ന് പറഞ്ഞാൽ ചുമ്മാ വഴക്കിന് വരുന്നു, ചൊറിയാൻ വരുന്നു എന്നുള്ള രീതിയിലായിരുന്നു. ഗിസേലിന് പറഞ്ഞത് റൂൾ ബ്രേക്ക് ചെയ്യുന്നു, അതേപോലെ കഴിഞ്ഞ ആഴ്ച ചപ്പാത്തി കള്ളി എന്നൊക്കെ വിളിച്ചല്ലോ. അപ്പൊ അതിന് തുടർച്ചയായിട്ടാണ് രണ ഫാത്തിമയ്ക്ക് ഈ വിളിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗിസേലിനെ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മുടെ അഭിലാഷ് വന്നിട്ട് ശരത്തിനെയും സരികേനെയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അതായത് ശരത്തിനെ പറഞ്ഞേക്കുന്നത് മിഡ് വീക്ക് എവിഷനിൽ അനീഷിനെതിരെ പ്രോബ്ലം ഉണ്ടായ കാല് വയ്യാത്ത പോലെ കാണിച്ച ആള്. അപ്പൊ അത് അഭിലാഷിന് അത്ര ശരിയായിട്ട് തോന്നിയില്ല. അങ്ങനെയാണ് അപ്പാനി ശരത്തിനെ പറഞ്ഞേക്കുന്നത്. പിന്നെ കലാഭവൻ സരിയെ പറഞ്ഞേക്കുന്നതെന്ന് ശരത്ത് അക്ബർ ഗ്യാങ്ങില് ഇൻക്ലൂഡ് ആവാൻ നോക്കുന്നു, അതിൽ കൂടുതൽ ഇരിക്കാൻ നോക്കുന്നു, അങ്ങനെ ഒരു നിലപാടില്ലാത്ത പോലെ തോന്നിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഗിസയില് നോമിനേറ്റ് ചെയ്തത് അനുമോളെയാണ്, അതേപോലെ തന്നെ ആദിൽ നൂറയാണ് കേട്ടോ. അതായത് ഗിസയിൽ അനുമോളെ പറഞ്ഞേക്കുന്ന പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എല്ലാവരും ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞില്ല, അതേപോലെ കബോർഡൊക്കെ തുറന്ന് നോക്കുന്നു, അങ്ങനെ എന്റെ പുറകെ നടക്കുന്നു എന്ന രീതിയിലാണ് ഗിസയിൽ അനുമോളെ പറഞ്ഞത്. അതേപോലെ ആദിൽ എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവ് അല്ല, സേഫ് ഗെയിം കളിക്കുന്നു എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മുടെ ഷാനവാസ് വന്നിട്ട് രണ ഫാത്തിമേനെയും അതേപോലെ ശരത്തിനെയാണ് കേട്ടോ പറഞ്ഞത്. അതെ, രണ ഫാത്തിമ പറഞ്ഞേക്കുന്നത് എല്ലായിടത്തും ചുമ്മാ ആവശ്യമില്ലാതെ തലയിട്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നു എന്ന രീതിയിലാണ് രണ ഫാത്തിമ പറഞ്ഞത്. അതേപോലെ ശരത്ത് എന്ന് പറയുന്നത് പേടിച്ചോണ്ട് ഗെയിം കളിക്കുന്നു, ചുമ്മാ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന രീതിയിലാണ് ശരത്തിനെ പറഞ്ഞേക്കുന്നത്. രേണു വന്നിട്ട് ഒണീലിനെയും അതേപോലെ തന്നെ നമ്മുടെ ശരത്തിനെയാണ് പറഞ്ഞത്. പിന്നെ രേണുവിന്റെ കാര്യം ഒന്നും പറയാതിരിക്കാൻ വയ്യോട്ടോ, എന്തിനാണോ എന്തോ അവിടെ നിൽക്കുന്നതെന്ന് തന്നെ അറിയില്ല. ഒരു നോമിനേഷൻ പോലും കറക്റ്റായിട്ട് ചെയ്യാനുള്ള ആവതില്ലാത്ത പോലെ നിൽക്കുന്നത്. പിന്നെ പറയുന്നത് വയ്യെന്നല്ലേ, ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് നിൽക്കുന്നത്, ബാക്കി ഒരാൾക്ക് കയറാൻ പറ്റുന്ന ഒരു അവസരം ഇല്ലാതാക്കാതെ. അതെ, അതായത് ഈ എവിക്ഷൻ നോമിനേഷന് വിളിച്ചപ്പോഴത്തേക്ക് ആകെ ഒരു സെന്റൻസിൽ
നല്ലൊരു സെന്റൻസും അല്ല, പറഞ്ഞങ്ങ് അവിടെ നിർത്തി. ലാസ്റ്റ് രണ്ടാമത് ബിഗ് ബോസ് ഒന്നും കൂടി ചോദിച്ച് എക്സ്പ്ലെയിൻ ആയിട്ട് പറയാൻ, എന്നിട്ടും അത് തന്നെ പറഞ്ഞിട്ട് അങ്ങ്. അപ്പം രേണു പറഞ്ഞിരിക്കുന്നത് ശരത്തിനെ ഒനിയലാണ്. ശരത്ത് ചുമ്മാ പ്രശ്നം വഴക്കിടുന്നു, ദേഷ്യപ്പെടുന്നു എന്ന രീതിയിലാണ്. ഒനിയല് ആക്റ്റീവ് അല്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. ആരെയും പറയുന്ന രേണു ഈ പറയുന്ന ആക്റ്റീവ് അല്ല ഒനിയൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ശരത്ത് ചെയ്തത് ഒനിയലിനെയും ശൈത്യനെയാണ് കേട്ടോ. അപ്പം ഒനിയലിന് പറഞ്ഞേക്കുന്നത് ഇതുവരെ ഒരു ഗെയിമർ ആയിട്ട് തോന്നിയില്ല, ഗെയിം കളിക്കുന്നതായിട്ട് തോന്നിയില്ല. തന്നെ ശൈത്യം ഇത് തന്നെ ആക്റ്റീവ് അല്ല, പിന്നെ അനുവായിട്ട് നിന്ന് ഉള്ള ഒരു ഗെയിമും അതുകൊണ്ട് എന്ന രീതിയിലാണ് ശൈത്യക്ക് വോട്ട് വന്നേക്കുന്നത്. ആദിൽ നൂറ് ചെയ്തിരിക്കുന്നത് നെവിനെയും ഷാരികേനെയാണ്. നെവിനെ പറഞ്ഞേക്കുന്നത് ഒട്ടും സീരിയസ് അല്ല, ഒരു കാര്യവും കറക്റ്റായിട്ട് ചെയ്യത്തില്ല എന്നുള്ള രീതിയിലാണ് നെവിനെ പറഞ്ഞേക്കുന്നത്. ഷാരിക പറഞ്ഞേക്കുന്നത് എല്ലാത്തിലും കയറി റിയാക്ട് ചെയ്യുക, മറ്റേ സസ്പെൻഷന് പോയി വന്നതിന് ശേഷം ചുമ്മാ എല്ലാത്തിനും കയറി റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഷാരിക പറഞ്ഞേക്കുന്നത്. പിന്നെ നെവിൻ പറഞ്ഞേക്കുന്നത് ഷാരികേനെയും അക്ബറിനെയാണ് കേട്ടോ. അതെ, ഷാരിക എന്ന് പറഞ്ഞാൽ ഡാർക്ക് റൂമിൽ പോയി വന്നതിന് ഒരു ഫീനിക്സ് പക്ഷിയായിട്ട് വരും എന്നാ വിചാരിച്ചത്. പക്ഷെ ഫീനിക്സ് പക്ഷി പോയിട്ട് ഒന്നും വന്നില്ല എന്ന രീതിയിലാണ് ഷാരിക പറഞ്ഞേക്കുന്നത്. അക്ബറിനെ പറഞ്ഞേക്കുന്നത് ഒരു ആവശ്യമില്ലാതെ എല്ലാ പ്രോബ്ലത്തിലും എണ്ണ ഒഴിക്കും, എന്നിട്ട് കത്തിക്കും, എന്നിട്ട് അത് ഊതിയടയ്ക്കും. ദൈവം പറഞ്ഞ 2 പോയിന്റ് നല്ലത് ഉള്ളത് തന്നെ കറക്റ്റായിരുന്നു. പക്ഷെ നമുക്ക് കണ്ടാ തോന്നുന്നു നെവിനൊക്കെ അക്ബറിന്റെ ഗ്യാങ് ആണെന്ന് കേട്ടോ ചില നേരത്ത്. അതെ അതെ, പക്ഷെ അവിടെ നിൽക്കും ഇവിടെ നിൽക്കും ആള്. പിന്നെ നമ്മുടെ അനീഷ് ചെയ്തത് ബിന്നിനെയും ശരത്തിനെയാണ്. അതായത് ബിന്നി പറയുന്നതെന്ന് പറഞ്ഞാല് ബാത്റൂമിൽ പോകുമ്പോ ഫ്ലഷ് ചെയ്തു, പുറക്കെ നടക്കുക ഹൈജീൻ കാര്യം നോക്കിക്കൊണ്ട്, അത് ഓവർ ഹൈജീനാന്ന് തോന്നുന്നത്, അതൊരു തലവേദനയായി മാറും. അത് തന്നെയാണ് ഇവിടെ അനീഷ് പറഞ്ഞേക്കുന്നത്. പിന്നെ ശരത്ത് പറയുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് പുള്ളിക്കാരനും അറിയില്ല, ആർക്കും അറിയത്തില്ല, എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കുന്നു, ചെവിക്ക് അകത്ത് കയറി ബഹളം ഉണ്ടാക്കുന്നു എന്ന രീതിയിലാണ് അനീഷ് അത് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മുടെ ശൈത്യ പറഞ്ഞിരിക്കുന്നത് റെന ഫാത്തിമേനെയും അക്ബറിനെയാണ്. രണ്ടും ഒരേ ഇത് തന്നെ പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യത്തില് ഇടപെടുന്നു എന്ന രീതിയിലാണ് റെന ഫാത്തിമയും അക്ബറിനെയും പറഞ്ഞേക്കുന്നത്. പിന്നെ അക്ബറിന് പിന്നെ നല്ല ഗെയിമർ ആണ് എന്ന് കൂടി പറയുന്നുണ്ട്. റെന ഫാത്തിമയ്ക്ക് പിന്നെ അതുകൂടി പറയാനില്ല എന്ന് വേറെ കാര്യം. പിന്നെ നമ്മുടെ ഒനിയൽ വന്നിട്ട് സരികേനെയും ഷാരികേനെയും ചെയ്തിട്ടുണ്ട്. സെയിം ഇത് തന്നെ, കളി ഫീൽ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്, കളി എന്തോന്ന് പോലും മനസ്സിലാകുന്നില്ല എന്ന രീതിയിലാണ് ഒനിയൽ പറയുന്നത്. ആരെയും പറയുന്നത് ഷാരികയെ പറ്റി പറയുന്നത് പുറത്തു പോയിട്ട് വന്നിട്ട് തന്നെ ഒന്നും കണ്ടില്ല എന്നൊക്കെയാ. ഈ പറയുന്ന ഒനിയലിന്റെ എന്താണോ കണ്ടത് നമ്മള് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ബിന്നി വന്നിട്ട് പറഞ്ഞത് ശൈത്യനെയും ഒനിയലിനെയാണ്. അതെ, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഗെയിമിൽ ആക്റ്റീവ് ആയില്ല എന്ന രീതിയിലാണ് ഇതും പറഞ്ഞേക്കുന്നത്. ഒരുവിധം അകത്തുള്ളവരെല്ലാം ഇവരൊക്കെ പറഞ്ഞേക്കുന്ന ആക്റ്റീവ് അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ ആര്യൻ വന്ന് പറഞ്ഞേക്കുന്ന അഭിലാഷിനെയും ഷാനവാസിനെയാണ്. അഭിലാഷിന് സേഫ് ഗെയിം ആയിട്ട് തോന്നുന്നു എന്നാണ് പറഞ്ഞത്. കാര്യം ആദ്യത്തെ ആഴ്ച ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു, പിന്നെ 2ാമത്തെ ആഴ്ച ആള് ഗെയിം ഒന്ന് മാറ്റി പിടിച്ചല്ലോ, അതിനെയാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് സേഫ് ഗെയിം എന്ന്. പക്ഷെ ആള് ഗെയിം മനസ്സിലാക്കി കളിക്കുന്നതെന്നല്ലേ നമുക്ക് തോന്നുന്നു. അത് ലാലേട്ടനും പറഞ്ഞ കാര്യം, പിന്നെ ഈ നോമിനേഷൻ ചെയ്ത് പറഞ്ഞ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അതുപോലെ ഷാനവാസിന് പറയുന്നതെന്ന് പറഞ്ഞാല് ആള് ഒരു ഹീറോയിസം, അതേപോലെ ഒരു ന്യായൻ വീരൻ എന്നൊരു വിചാരം ഇപ്പോഴും ആള് രുദ്രനിൽ തന്നെ നിൽക്കുവാണ് എന്നാണ് പറയുന്നത് ആള്. അപ്പൊ നോമിനേഷൻ കഴിഞ്ഞിട്ട് ബിഗ് ബോസിന്റെ കുറെ വേർഡ്സ് എല്ലാം കണ്ടുപിടിച്ച് പറയുമല്ലോ ഇവര് പറഞ്ഞത്. അങ്ങനെ വേർഡ്സ് ഒക്കെ പറഞ്ഞേക്കുന്ന ഇടപെടലില്ലായ്മ, ചൊറിയൻ, അവഹേളനം, ഗ്രൂപ്പിസം, കുത്തിത്തിരിപ്പ്, വാക്കുമാറ്റൽ, ഗൗരവമില്ലായ്മ, അതേപോലെ സേഫ് ഗെയിം, പ്രേക്ഷകരോട് നീതി പുലർത്താത്തത്, താല്പര്യമില്ലായ്മ, എടുത്തുചാട്ടം, എരുതിയിൽ എണ്ണ ഒഴിക്കുക, മറ്റൊരാളുടെ PA ആയി നടക്കുക, വിടാതെ പിന്തുടരുക, ഊതിപ്പെരിപ്പിക്കുക, നിലപാടില്ലായ്മ, ഇതൊക്കെ എല്ലാം പറഞ്ഞിട്ടുള്ള വോട്ടിംഗ് ആണ് നടന്നതെന്നാണ് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞത്. അത് കേൾക്കാൻ നല്ല രസമായിരുന്നു എന്തായാലും. അങ്ങനെ വോട്ട് വന്നേക്കുന്നത് പറഞ്ഞാൽ 2 വോട്ടുമായിട്ട് സരിക, കലാഭവൻ, അതേപോലെ റെന ഫാത്തിമ, ഷാനവാസും, 3 വോട്ടുമായിട്ട് ഒനിയല്, അനുമോള്, അക്ബർ, 4 വോട്ടുമായിട്ട് ശരത്തും ശൈത്യയും, 5 വോട്ടുമായിട്ട് ഷാരിക KB, ഇപ്പം സസ്പെൻഷനിൽ പോയിട്ട് വന്ന ആള്. അങ്ങനെ 5 വോട്ടായിട്ട് ഹൈയിൽ നിപ്പുണ്ട്. അനീഷ് ഇല്ലായിരുന്നു, അനീഷ് തന്നെ ഞെട്ടി. എണ്ണിക്കണോന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അനീഷ് ഒരു വോട്ട് പോലും വന്നിട്ടില്ല. അതായത് നമ്മുടെ അഭിലാഷിനും റെന ഫാത്തിമയ്ക്കൊക്കെ ഓരോ വോട്ട് വെച്ചെങ്കിലും വന്നിരുന്നു. നമ്മുടെ അനീഷിന് ഓരോ വോട്ട് പോലും വന്നിട്ടില്ല കേട്ടോ. പക്ഷെ അനീഷ് അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഒതുങ്ങിയത് ഇത് ആൾക്ക് പണിയാണ്. കാരണം ഈ എവിക്ഷനിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ജനങ്ങളുടെ പൾസ് അറിഞ്ഞിട്ട് അവിടെ നിൽക്കാൻ പറ്റും. കാരണം ഈ വട്ടം നമ്മൾ നല്ലതാണോ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എവിക്ഷന് വരുന്നോണ്ട് കൂടുതൽ ചെയ്യണം എന്നൊക്കെ തോന്നും. ഇപ്പൊ നമ്മുടെ അനീഷ് കണ്ടില്ലേ, നാളെയൊക്കെ കയറി വന്നാൽ കൊള്ളാം. എപ്പോഴും എവിക്ഷനിൽ വരുമ്പോഴാണ് നമ്മൾ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഓഡിയൻസിന്റെ പൾസ് അറിയാനൊക്കെ പറ്റുക. ഇതില്ലെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ് കേട്ടോ. അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ KP നമ്പൂതിരീസ് ആയുർവേദിക്കിന്റെ ബെസ്റ്റ് ഹൗസ് മേറ്റ് ഡെന്റൽ ചലഞ്ച് ആണ് കേട്ടോ. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നല്ല രീതിയിൽ പല്ല്, നമ്മുടെ കഴിഞ്ഞൊക്കെ സീസണിലുള്ള പോലെ നല്ല രീതിയിൽ പല്ല് സംരക്ഷിക്കുന്ന ഒരാൾക്ക് മാസത്തിൽ ലാസ്റ്റ് തെരഞ്ഞെടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ
ഹോട്ട് സീറ്റില് ഷാരികയും സരികയും തമ്മിലുള്ള അതിന്റെ പൊട്ടൽ ഉണ്ടാവുന്ന കേട്ടോ. അതായത് നമ്മുടെ സരിക വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെയുള്ള എല്ലാവരും ഇങ്ങനെ പറഞ്ഞതൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞു. എനിക്ക് അത് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്ത് 20 വർഷമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ കേൾക്കാത്ത ഒരു കാര്യമാണ് കേട്ടത്. അതായത് വശീകരിച്ച് അവരുടെ ഇടയിൽ കിടക്കുന്ന ഉറങ്ങി എന്നൊക്കെ പറയുന്നതൊന്നും എനിക്ക് അത്ര ശരിയായി തോന്നിയില്ല എന്ന് വന്നിട്ട് നമ്മുടെ സരിക പറയുമ്പോൾ ഷാരിക പറയുന്നുണ്ട് ഇത് ഹോട്ട് സീറ്റ് അല്ലേ, 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡ്രാമയായിട്ട് വന്നേക്കല്ലേ, ഇത് ഹോട്ട് സീറ്റ് അല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പരസ്യമായിട്ട് പറയാൻ നാണക്കേടായോണ്ടാണ് ഞാൻ പിന്നീട് വന്ന് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട് ചേച്ചി ശരിക്കും ഇങ്ങനെ സരികയെ പറ്റി പറഞ്ഞത് ചേച്ചി ഇമാജിൻ ചെയ്ത് പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ സരിക പറയുന്നുണ്ട് ഷാരിക പറയുന്നത് നീ കുത്തിത്തിരിപ്പുണ്ടാക്കാതെ, നീ അവിടെ നീ കുത്തിത്തിരിപ്പുണ്ടാക്കാതെ. അതെ. അപ്പോ അക്ബർ പറയുന്നത് ഒരു പെണ്ണിന്റെ റെസ്പെക്ട് കൊടുത്ത ഷോ തന്നെ നമുക്ക് നടത്തണം, ഒരു പെണ്ണിനും റെസ്പെക്ട് കൊടുക്കാത്ത ഷോ ആണ് നമുക്ക് നടത്തണമെന്ന് പറഞ്ഞ ഈ ഹോട്ട് സീറ്റിന്റെ ഷാരികയുടെ ആ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ അക്ബർ അവിടം വരെയൊക്കെ പോയി കേട്ടോ. അപ്പം നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് ബിഗ് ബോസിന് ശേഷമല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, പക്ഷെ ചേച്ചി ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചേച്ചി ഇമാജിൻ ചെയ്ത് പറഞ്ഞതല്ലേ. ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യം മതി അമ്മരത് കുത്തിത്തിരിപ്പിച്ചൊരു പ്രശ്നം ഉണ്ടാക്കി വഴക്കുണ്ടാക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ശരിക്കും അയ്യോ അല്ല 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 ഞാൻ എന്റെ ഷോ വ്യക്തമായിട്ട് ഞാൻ ചെയ്ത, അയ്യോ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല, ഐ എം സോറി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവര് തമ്മിൽ പിന്നെ അത് ചെറിയ രീതിയിൽ അങ്ങ് പോയതേ ഉള്ളൂ കേട്ടോ. അത് അനാവശ്യം ഇതായി പോയി, അത് ചുമ്മാ മൂപ്പിക്കലും ഇതൊക്കെ കൊണ്ട് സീനായത് അല്ല വല്ല കാര്യമൊന്നും. അപ്പൊ നമ്മുടെ സരിക എന്നിട്ട് അവിടെ നിന്ന് കരയുന്നുണ്ട്, അയ്യോ എന്റെ ദിലീപേട്ടി തോർത്തിത് കരയൂന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കരയുന്നുണ്ട്. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞ് കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞ് പിന്നെ ക്യാമറയോട് മുമ്പേ വന്നിട്ട് സരിക നല്ലൊരു വ്യക്തിയാണ്, ഇതേപോലെ ഒരാളെ കിട്ടിയതിന് ദിലീപേട്ടൻ പുണ്യം ചെയ്യണം അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും പറഞ്ഞ അത് അത്രേ ഉള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിലാഷിനെ ബിഗ് ബോസ് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാരെയും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ലൈവിൽ അത് എല്ലാരെയും കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അഭിലാഷിനോട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ബുദ്ധിമുട്ടാണ്, ഭാര്യനെയൊക്കെ ഓർക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കാൻ പറയുന്നത് എനിക്ക് 20 ദിവസമായി ഞാനിവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഭാര്യയുടെ മുഖം പോലും എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. ഒരു എന്താ പറയാ നമ്മൾ അത്രയും നേരം അവിടെ നിൽക്കുന്നതല്ലേ, വേറെ ആരും കാണുന്നൊന്നുമില്ലല്ലോ. അതെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മള് ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോ കണ്ട അഭിലാഷിനെ അല്ല കാണുന്നതെന്ന് പറയുമ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഞാൻ കുറച്ച് ഓവർ ദേഷ്യമൊക്കെ കാണിക്കുന്ന ആളാണ്, പക്ഷെ ലാലേട്ടൻ വന്നിട്ട് ഇത്ര ദേഷ്യം കാണിക്കുന്നത് കൺട്രോൾ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ എന്നെ വേറൊരു രീതിയിൽ ആണോ പുറത്ത് പോകുന്നതെന്ന് പേടിച്ചിട്ടൊക്കെ ഞാൻ കാണിക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു ഫ്രണ്ട് ആരാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒണിയൽ ഫ്രണ്ടാന്ന് പറയുന്നുണ്ട്. അതേപോലെ ഒട്ടും സംസാരിക്കാൻ പറ്റാത്ത ഒരാളെന്ന് പറയുമ്പോൾ നമ്മുടെ അക്ബറിനെ പറ്റും പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ അനുവും ശൈത്യമായിട്ടൊരു സീനുണ്ട്, ഒരു ചപ്പാത്തിയുടെ ഇഷ്യൂവിന് പേരിൽ അനു പുതപ്പിന്റെ അടിയിൽ നിന്ന് കരയുന്നുണ്ട്. ഈ കരച്ചിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ കരച്ചിലില്ലായിരുന്നാൽ എന്റെ ഗെയിം സൂപ്പറാണ്. പിന്നെ അതേപോലെ ഈ ആവശ്യമില്ലാത്ത സംസാരം അപ്പോഴും പറയുന്നുണ്ട് അവൾക്കുള്ളത് ദൈവം കൊടുക്കുമെന്ന്, എന്തായാലും കൊടുക്കും. ഇമാതിരിയുള്ള ഒഫൻസീവ് വേർഡ്സും ഈ സംസാരമാണ് അനുവിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതൊക്കെ വീട്ടിൽ ഇരുന്ന് സംസാരിക്കും, ഇതേപോലെ റിയാലിറ്റി ഷോയിൽ വന്ന് സംസാരിക്കുന്നത് വളരെ മോശമാണ്. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കിച്ചണിൽ ഗിസയും നെവിൻ ഒണിയൽ ബിന്നി ഇവരൊക്കെ നിന്നിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അനു വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം കിച്ചൺ ഈ ഗിസയിലൊന്നും ഇല്ലല്ലോ, കാരണം ഇവർ ഓൾറെഡി ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തതാണ് കിച്ചൺ ടീം അല്ലാതെ വേറെ ആരെയും കയറ്റണ്ട, നമുക്ക് അവർ എന്ത് പറയുന്നു അതൊക്കെ നമുക്ക് കുക്ക് ചെയ്യാനും പ്ലാൻ ചെയ്തത്. അപ്പൊ ഇന്ന് ഗിസയിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഓൾറെഡി അനുവിന് അത് പിടിക്കത്തില്ലല്ലോ. അപ്പൊ നെവിൻ ഉടനെ പറയുന്നുണ്ട് ഞാൻ പെർമിഷൻ എടുത്തിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അപ്പം നമ്മുടെ ആര്യൻ പെട്ടെന്ന് വന്നിട്ട് ശരത്തിനോട് പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും വേണ്ട കുറച്ചൊന്ന് പോന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് എന്നോട് ചോദിച്ചിട്ടാണ് ഇവര് കയറിയത്, 2 കിഴങ്ങ് എടുത്തോട്ട് കഴിച്ചോട്ടെ എന്നേ ചോദിച്ചിട്ടുള്ളൂ, അതിൽ തെറ്റൊന്നും എനിക്ക് തോന്നിയില്ലെന്ന് ശരത്ത് പറയുന്നുണ്ട്. പക്ഷെ അനു ഭയങ്കരമായി റേസ് ചെയ്തിട്ട് ഞാൻ ഈ കിച്ചണിൽ ഇനി ഇല്ല, ഞാൻ ഒരു പൊട്ട ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് അനുഭവം പോകുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് വന്നിട്ട് പറയുന്നുണ്ട് സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം, അതായത് പൊട്ട ക്യാപ്റ്റൻ എന്നാ ഉദ്ദേശിച്ചത്. പക്ഷെ അപ്പാനി അത് പൊട്ടൻ എന്ന് വിളിച്ച രീതിയിൽ അങ്ങ് വിചാരിച്ച് അങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ട് റേസ് ചെയ്യും. എന്തോ ഭയങ്കരമായിട്ടാണ് അപ്പാനി അടിക്കുന്ന രീതിയിലൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ചെന്ന് ഫൈറ്റ് ചെയ്തൊക്കെ ചെയ്യും. അല്ല നമ്മുടെ ശൈത്യയുടെ കൈയൊക്കെ മുറിഞ്ഞു കേട്ടോ, അതായത് അപ്പാനിയെ പിടിച്ചു മാറ്റാൻ ചെന്നിട്ട് കയ്യില് പാടൊക്കെ ആയി കേട്ടോ. അത്രയും അരഗണ്ടായിട്ട് ഭയങ്കര വയലന്റ് ആയിട്ടാണ് ചെന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സീനൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല എല്ലാരും കൂടി, പക്ഷെ അനു നല്ല ഇതായിട്ട് നിന്നത് ആ സമയത്ത്. എല്ലാരും കൂടി അനുവിനെതിരെ തിരിഞ്ഞായിരുന്നു ആ സമയത്ത്.
നല്ല സ്റ്റാൻഡോടെയാണ് അനു നിന്നത്. പക്ഷെ അനുവിന്റെ ഈ ചില വാശികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്. അതെന്താ അനു അങ്ങനെ പ്ലാൻ ചെയ്തെന്ന് ഗിസേൽ എന്തായാലും ഉണ്ടാക്കാൻ വരുമെന്ന് മനസ്സിലാവും. പിന്നെ അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ അനു ചെന്നപ്പം ഗിസയില് കിച്ചണിൽ കയറ്റിയില്ല, കയറണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ആ ഒരു ഇതും മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ ഗിസേലിനുള്ള ഓൾറെഡി ദേഷ്യമുണ്ട്. അതൊക്കെ കൊണ്ടാണ്. പിന്നെ അനുവിന്റെ എപ്പോ ഉള്ള പരാതി എന്ന് പറഞ്ഞാൽ ഗിസേൽ എന്ത് പറഞ്ഞാലും ഇവരെല്ലാം സമ്മതിച്ചു കൊടുക്കും, തിരിച്ചൊന്നും പറയത്തില്ല. അതും അനുവിനൊരു കലിപ്പാണ്. അതേപോലെ ഇതൊക്കെ കഴിഞ്ഞ് അപ്പാനി ഓവർ ആവുന്നു, ഫിസിക്കൽ ആവുന്നു എന്നൊക്കെ കണ്ടിട്ട് നമ്മുടെ അക്ബറെ വിളിച്ചോണ്ട് പോയിട്ടോ. എന്നിട്ട് വീണ്ടും ഈ അനു അവിടെ നിന്ന് തന്നെ സംസാരിച്ചിട്ടുണ്ടോ. സത്യം പറഞ്ഞാൽ അനു ഇത്ര ഓവർ ആക്കേണ്ട കാര്യമില്ല, ഇത്രയും വേണ്ട, കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു മയമുണ്ട് നമ്മൾ പറയുന്നത്. ഗിസേലിന്റെ ഒരു കളി ഉണ്ടല്ലേ, ഗിസേൽ അപ്പോഴും അവിടെ സൈലന്റ്. അതെ, ഗിസേൽ ഇതെല്ലാം സംസാരിക്കാൻ ആളുണ്ട്. അതാണ് ഗിസേലിനെ ഓരോ ടൂളാക്കി വെച്ചിട്ടുണ്ട്. ഗിസേൽ എല്ലാം നൈസിന് അവിടെ ഇവിടെ സൈഡിൽ നിന്ന് ഇവരുടെ അടുത്ത് മാത്രമായിട്ട് ഓരോന്ന് പറഞ്ഞു വിടും. ഒന്നോ രണ്ടോ സെന്റൻസേ പറയത്തുള്ളൂ, ബാക്കിയല്ലേ ഇവരാ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഷർത്ത് പിന്നെയും തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, നീ അറ്റാക്ക് ചെയ്യാൻ വാന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ അനുവിന്റെ വായിന്ന് ഒരു കാര്യം വീണ, അഥവാ ഗ്യാങ് ആയിട്ട് നിൽക്കാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിക്കടാ, നീ ഒറ്റ ഒരാൾ കാരണം ഒരു പെണ്ണ് ഇവിടുന്ന് പോയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുവിന്റെ വായിന്ന് വീണു കേട്ടോ. അപ്പോൾ അപ്പാനിക്ക് കലിപ്പ് ഒന്നും കൂടെ കൂടിയിട്ട് ഏത് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അക്ബർ ഇതിനടുത്ത് ഡി 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 ഒരുമാതിരി വർത്താനം പറഞ്ഞാൽ ഉണ്ടല്ലോ, നീ ആരാടി എന്നൊരു 10 വട്ടം ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മാതിരി വർത്താനം പറഞ്ഞാൽ ഉണ്ടല്ലോ, അവൻ കാരണം ഏത് പെണ്ണാടി പോയെന്ന് പറഞ്ഞിട്ട് അക്ബർ വളരെ അതിലും റേസ് ആയിട്ട് ഈ എന്താ പറയാ ഇല്ല മൂട്ടില് തീരുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ചോദിക്കുന്നുണ്ട്. അക്ബർ മാത്രമല്ല എല്ലാരും, സരികയും എല്ലാരും കൂടി ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയായില്ല, വെളിയിലൊരു പുറത്തായ ഒരു ആളെ വീണ്ടും മോശമായിട്ട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എല്ലാരും കൂടി അനുവിനെതിരെ അങ്ങ് തിരിഞ്ഞു. അതെ, ഇതിന്റെ ഇടയ്ക്ക് സാരിക വന്നിട്ട് പോയ ഒരു പെണ്ണിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലെന്ന് മനുഷ്യ സാരിക ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അക്ബർ ഊക്കുന്നുണ്ട്, അപ്പാനി കാരണം ഏത് പെണ്ണാടി പോയത്. അപ്പോഴത്തേക്ക് നമ്മുടെ അനു പറയുന്നുണ്ട്, അത് പുറത്ത് പോകുമ്പോ അറിയൂന്ന് പറയുന്നുണ്ട്. അക്ബർ പോടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അനു പറയുന്നുണ്ട്, പോടി എന്നൊക്കെ നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നീ നിന്റെ വീട്ടിൽ പോയി വിളിയെന്ന് പറഞ്ഞിട്ട് ഇവിടെയും തിരിച്ച് വീട്ടുകാരെ എടുത്തിട്ട് രണ്ടുപേരും പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മള് പുറമെ എല്ലാവരും കമന്റ്സിലൂടെ അല്ലാതെയൊക്കെ സംസാരിച്ചൊരു കാര്യമാണ് ഈ അപ്പാനിയുടെയും ബിൻസിയുടെയും കാര്യം. അത് കുറെ കമന്റ്സിലൊക്കെ വരുന്നുണ്ട്, പല കാര്യങ്ങളും മോശമായിട്ടും സംസാരിക്കുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അകത്തും കുറെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരും ഈ ലൈവിലൊക്കെ കിടന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഈ കാര്യങ്ങൾ, അപ്പാനിയും ബിൻസിയുടെയും കാര്യം. അതാണ് അനു ഇപ്പൊ ഇവിടെ ഡയറക്റ്റ് ഈ വഴക്കിലെടുത്തിട്ട് സംസാരിച്ചത്. അത് ചിലത് കാര്യങ്ങളുണ്ട്. അതെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബെഡ്റൂമിൽ അനു ഇരിക്കുമ്പോൾ നമ്മുടെ ആദിൽ നൂറ വന്നിട്ട് പറയുന്നുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട്, കിച്ചൺ ഡ്യൂട്ടി ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളെയൊക്കെ കിച്ചണിൽ ഇട്ടേക്കുന്നത്, എല്ലാരും കയറി ചെയ്താൽ പോരെന്ന് നോക്കുമ്പോൾ നമ്മുടെ ആദിൽ നൂറ പറയുന്നുണ്ട്, അത് ക്യാപ്റ്റൻ അനുവാദം കൊടുത്തിട്ടല്ലേ നീ ഇത്രയും ഫേസ് ആവേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോൾ അനു പറയുന്നുണ്ട്, അപ്പാനി ആര്യനൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളവരും ഫ്രണ്ട്സ് ആയിട്ടുള്ളവരും കയറ്റി നിന്ന് ചെയ്യും, ഇതേപോലെ തിരിച്ച് നമ്മളൊക്കെയാണ് പോയി ചോദിക്കുന്നെങ്കിൽ ഇവര് സമ്മതിക്കുന്നത്. അതൊരു പോയിന്റ് ആണ്. അനീഷോ ഷാനവാസോ ഓരോല്ലാം കേറുന്നെങ്കിൽ എന്റെ അവസ്ഥ. അതുപോലെ അനുവിനെ കഴിഞ്ഞ ആഴ്ച കയറ്റിയതുമില്ല, അതും ഒരു കലിപ്പായിട്ടിരിക്കുക. അപ്പോഴും ഗിസേലിന് അങ്ങനെ സംസാരിക്കുക. അതേപോലെ തന്നെ അനു ഇപ്പോഴും സംസാരിച്ചത്, പക്ഷെ അന്ന് അനുവിന് കൂട്ടുകൂടാൻ അല്ല ഇതാണ് സംസാരിക്കാൻ ആരും ഇല്ലായിരുന്നു. പക്ഷെ ഗിസേലിന്റെ അടുത്ത് സംസാരിക്കാൻ എത്രയും പേര് വന്ന്, വ്യത്യാസം. എന്നിട്ട് നമ്മുടെ ഷർത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആരാന്നറിയോ? നമ്മുടെ അനീഷ് ആ ദേഷ്യത്തിൽ നമുക്ക് പലതും തോന്നുന്നു. സങ്കടപ്പെടാതെ പറയുമ്പോൾ നമ്മുടെ ഷർത്ത് പറയുന്നത്, അല്ല എനിക്ക് ഞാൻ കുളിച്ചോണ്ട് തന്നെ പെട്ടെന്ന് വാ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് ഒരു മര്യാദ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ശരിയാണ്, കാരണം മനുവിന്റെ സംസാരം ഭയങ്കര എടുത്തടിച്ചാണ്, ഒരു മയം കാണിക്കൂല സംസാരിക്കുന്നത്. ഇത് ഇച്ചിരി ഓവറാണ്. എനിക്ക് തോന്നുന്നു ഗിസേലിനോടുള്ള കലിപ്പും ഇതെല്ലാം ഇരിക്കുന്നോണ്ടായിരിക്കും. കാര്യം തെറ്റ് ചെയ്തവര് എല്ലാരും കൂടി ന്യായീകരിക്കുന്നത് നമ്മൾ കൂടുതൽ ഇതാവും, ദേഷ്യം വരും. അപ്പൊ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ തെറ്റ് ചെയ്യുന്നത് അവരെല്ലാരും കൂടി സപ്പോർട്ട് ചെയ്യുന്ന പൊക്കി രാജാവാക്കി വെക്കുന്നത്. അപ്പൊ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് എങ്ങനെ ഇരിക്കും? അതാണ് ഇവിടെ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ ലൈവില് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ആദ്യം വന്നിട്ടും നമ്മുടെ ശൈത്യൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ അന്നോട് അടുത്ത് പറഞ്ഞു, ഫുഡിന്റെ കാര്യം ആരും കൂടെ നിൽക്കത്തില്ല, നീ നല്ല രീതിയിൽ ഇത് ശരിയല്ല, ഇങ്ങനെ കാണിച്ചതൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഈ അപ്പാനി അനുവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയുന്നുണ്ട്. നമ്മുടെ അതില് അനു പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, പുറത്തൊരു പെണ്ണിനെ വലിച്ചിട്ട് ഞാൻ പറഞ്ഞതിന് സോറി എന്ന് പറയുമ്പോൾ അപ്പാനി പറയുന്നുണ്ട്, ആ വിഷയം ഒന്നും സംസാരിക്കേണ്ട, അത് വിടാതെ ഒഴിവാക്കി വിടുന്നുണ്ട്. എന്നിട്ട് അനു കാല് പിടിച്ച് സോറി ചോദിക്കുന്നുണ്ട്. അപ്പൊ അപ്പാനി സോറി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ കോംപ്രമൈസ് ആവുന്നുണ്ട് കേട്ടോ. അപ്പാനി അത് വേണമെന്ന് വെച്ച് ഒഴിവാക്കി വിട്ട് ആ ടോപ്പിക്ക് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പാനി ശ്രമിക്കുന്നുണ്ട്. അതെ, അപ്പാനി കുറെയൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്, അത് ഇച്ചിരി കാണിച്ചത് തെറ്റായിരുന്നു എന്നുള്ളത്.
മനസ്സിലായിരിക്കുന്നുണ്ട്. അപ്പൊ അതാണ് അപ്പാനി അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അക്ബറും ശരത്തും കൂടെ ബെഡ്റൂമിൽ ഇരുന്ന് വളരെ പയ്യെ സംസാരിക്കുന്നത്. ആരെ പറ്റിയാണ്? നെവിനെ പറ്റിയാണോ പറഞ്ഞത്, ഇനി ബിൻസിനെ പറ്റിയിട്ട് ശരത്തിനെ പറ്റിയിട്ടാണോ പറഞ്ഞതെന്ന് അറിയില്ല. നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് ലവ് സീൻ ക്രിയേറ്റ് ചെയ്ത് എന്ത് തന്നെ ആയാലും ഇതൊരു ഷോയല്ലേ, അത് മോശമാണ്, നീ നമ്മളങ്ങനെ കെട്ടിപ്പിടിച്ചും എടുത്തുമൊക്കെ നിൽക്കുന്നത് ശരിയല്ല, ഈ കാണിക്കുന്നതൊക്കെ ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ പറയുന്നത്. അതായത് അക്ബറാണ് ഇത് ആദ്യം എടുത്തിട്ടേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നെവിൻ അവിടെ ഇരുന്ന് ആദിൽ നൂറയോടൊക്കെ പറയുന്നുണ്ട് ഗിസയിൽ എന്റെ ഒരു സിസ്റ്ററിനെ പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ ആ രീതിയിലാണ് കെട്ടിപ്പിടിക്കുന്നത്, അതൊക്കെ തെറ്റാണെങ്കിൽ ഗിസൈലിന് പ്രശ്നമില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് കണ്ണുകടിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇത് ആന്റി ഹഗ് പ്രോഗ്രാം ഒന്നും അല്ലല്ലോ എന്നിങ്ങനെയൊക്കെ നെവിൻ പറയുന്നുണ്ട്. പിന്നെ നെവിൻ മിക്കവരെയൊക്കെ ഇങ്ങനത്തെ പോലെ കെട്ടിപ്പിടിക്കാനും പെട്ടെന്നൊക്കെ കെട്ടിപ്പിടിക്കാൻ നോക്കുന്നു. ചിലവര് അത് കംഫർട്ട് ആവത്തില്ല, ചിലവരത് ഈ ഷോയൊക്കെ ആയതുകൊണ്ട് അത് വെളിയിൽ കാണിക്കാതിരിക്കുന്നതായിരിക്കാം. അതെ. എന്നിട്ട് നെവിൻ പുറത്തു വന്നിരുന്ന് പറയുന്നുണ്ട്, അതായത് നമ്മുടെ ഗിസലിനോടൊക്കെ പറയുന്നുണ്ട് തുടങ്ങി വെച്ചത് അക്ബർ അല്ലേ, അതിൽ നൂറെ ഇടയ്ക്ക് വന്ന് കയറിയതാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് എന്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, ഞാൻ അത് പറഞ്ഞ ഗിസലിന് അത് കംഫർട്ട് ആണെങ്കിൽ എനിക്കൊരു പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അക്ബർ അതിനെ കൺവിൻസ് ചെയ്ത് പറയാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷാനവാസും ശരത്തും തമ്മിലുള്ള കോൺവെർസേഷൻ വരുന്നത്. അയ്യോ, ഷാനവാസ് പൊളിച്ചടിക്കുന്ന പറഞ്ഞാൽ അക്ബറിന്റെ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് കളഞ്ഞു. അന്യായ പെർഫോമൻസ് ആയിരുന്നു ഷാനവാസ്. അവസാന നിമിഷം കൊണ്ടുവന്ന ഷാനവാസ് സ്കോർ ചെയ്തു. ഷാനവാസിൽ നിന്ന് വലിയ സ്ക്രീൻ സ്പേസ് ഒന്നും ഇല്ലായിരുന്നു ആദ്യം തൊട്ട് അവസാനം. പക്ഷെ അവസാനത്തെ ഒരു കുറച്ച് നേരം, ഒരു 2 മിനിറ്റേ കാണത്തുള്ളൂ. ആ 2 മിനിറ്റ് കൊണ്ട് നല്ല ഒരു 100% ഷോ ഇറക്കിയത്. അപ്പൊ നമ്മുടെ ഷാനവാസ് ഇരിപ്പുണ്ടായിരുന്നു, ശരത്ത് ഇരിപ്പുണ്ടായിരുന്നു, ഗിസയിൽ ഉണ്ടായിരുന്നു, ആര്യൻ ഉണ്ടായിരുന്നു, ഓണിയൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവരുടെ ഇടയിൽ ഇരുന്നിട്ടാണ് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്, ശരത്തിനോടാണ് പറയുന്നത് കേട്ടോ, നീ കളിച്ചു, നിങ്ങളൊക്കെ എന്നെ എങ്ങനെ നേരിടുന്നോ അതിന്റെ 10 മടങ്ങ് നേരിടാനാണ് ഞാൻ തീരുമാനിച്ചത്. ഇവിടെ ഞാൻ വന്ന അന്ന് മുതൽ ഇവന്മാരെ ഗ്രൂപ്പ് എനിക്കെതിരെ അല്ലേ കളിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കാ കളിക്കുന്നത്, ഒറ്റയ്ക്ക് തന്നെ നിങ്ങളെ നേരിടും എന്ന് നമ്മുടെ ഷാനവാസ് ശരത്തിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ശരത്ത് തിരിച്ചു പറയുന്നുണ്ട്, കളിച്ചോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ ഇടപെടുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് നമ്മുടെ ശരത്ത് പറയുന്നുണ്ട്. അപ്പോ ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, സംസാരിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരാളുണ്ട്, ഞാനത് തൊട്ട് കളിക്കുന്നില്ല, അവർക്ക് കേടാ, നിനക്കും ഒരു ലൈഫ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്. എനിക്ക് കളിക്കാനാണെങ്കിൽ നീയൊക്കെ കളിക്കുന്ന പോലെ തന്നെ കളിക്കാൻ പറ്റും, എനിക്ക് നല്ല പെടപടയ്ക്കാൻ പറ്റും എന്നൊക്കെ ഷാനവാസ് നല്ല പറഞ്ഞു. അപ്പാനിയുടെ കേസിൽ വേറെ രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് ന്യായം ഇല്ലായിരുന്നെങ്കിൽ അപ്പാനി നല്ല റേസ് ആവേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ അപ്പാനി ഒതുങ്ങിയിരിക്കുമായിരുന്നു, ഒന്നും പോലെ നൈസായിട്ടായിരുന്നു മിണ്ടുന്നത്. എന്നിട്ട് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്, ഇവ മറ്റേ കേസ് പറഞ്ഞ അനുവിന്റെ കൂടിയപ്പോ എനിക്ക് പറയാൻ അറിയാൻ വയ്യാനിട്ടല്ല എന്ന് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് രാവിലെ അപ്പൊ നമ്മുടെ ഗിസയിൽ പറയുന്നുണ്ട്, പറയണ്ട, ഈ കാര്യം പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഗിസയിൽ ഇത് ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അവിടെയുള്ളവർക്ക് തന്നെ അറിയാം അല്ലേ? അപ്പം നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് കേട്ടോ, പറയുന്നില്ല അതെന്റെ കുട്ടിക്ക് മനസ്സിലാവില്ല. കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ശരത്തിന്റെ വൈഫിനെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. പറയണ്ട, അതെന്റെ കുട്ടിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ നിന്നെ പോലെ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഞാൻ അതിൽ തൊട്ട് കളിക്കാത്തത്, എന്റെ കയ്യിൽ ആ സാധനം ഇല്ലാഞ്ഞിട്ടല്ല, പിടയ്ക്കാൻ എനിക്ക് അറിയത്തില്ല, തിരിച്ച് അടിക്കാൻ എനിക്ക് അറിയാം, എന്നിട്ട് ഞാനത് ചെയ്യുന്നില്ല, കാരണം അതിന് അവിടെ ഒരു പെങ്ങൾ എനിക്കുണ്ട്, അതുകൊണ്ട് മാത്രമാണ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഷാനവാസ്. അപ്പൊ നമ്മുടെ ശരത്ത് ഗിസേലിനോടൊക്കെ പറയുന്നുണ്ട്, ഷാനവാസ് ഇത് പറഞ്ഞിട്ട് എണീറ്റ് അങ്ങ് പോയി കേട്ടോ. വെറുതെ പറയുന്നതാണ് ഇതൊക്കെ, ഇതിലൊന്നും ഒരു സത്യവും ഇല്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനെയാണോ ശരത്ത് പെരുമാറുന്നത്? അതെ, ഇത് അപ്പാനിക്ക് ഇത് ഈ ടോപ്പിക്ക് വിടണമെന്നുണ്ട്, ആ സംസാരത്തിലുണ്ട്. അതേപോലെ ന്യായീകരിക്കുന്നതൊന്നും നമുക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും. അപ്പാനിക്ക് അറിയാം ഇത് പണി കിട്ടും, അതായത് അപ്പാനിക്ക് പറ്റിയ തെറ്റാന്നും അറിയാം. അതാണ് ഇത്ര സൗമ്യനായിട്ടൊക്കെ സംസാരിക്കുക. അല്ലെങ്കിൽ അപ്പാനി ചേർത്ത് ഇങ്ങനെ അല്ലല്ലോ സംസാരിക്കുന്നത്, ഷാനവാസിനോടാണെങ്കിലും ആരോടാണെങ്കിലും. അതെ. അപ്പൊ നമ്മൾ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് എവിക്ഷൻ വന്നപ്പോ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞതാ ശരത്ത് രക്ഷപ്പെട്ടെന്ന്, കാരണം ശരത്ത് നോമിനേഷനിൽ വന്നിട്ടില്ലല്ലോ. അപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു, നിങ്ങൾ കളിക്കുന്നില്ലേ അങ്ങനൊക്കെയെന്ന് നമ്മുടെ ശരത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഷാനവാസ് തിരിച്ച് അങ്ങോട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു നാറിയ കളി കളിച്ചിട്ടില്ല, ഇന്ന് വരെ നിന്നെ പോലെ ഞാൻ ഇങ്ങനെ കളിച്ചിട്ടില്ല, ഇന്ന് വരെ നിന്നെ എടുത്ത് പുറത്തിടണം, അവനെ എടുത്ത് പുറത്തിടണം, ഞാൻ അങ്ങനെ ആരോടും പോയി പറഞ്ഞിട്ടില്ല, എന്റെ കളി അതല്ല, നിങ്ങൾ കളിക്കുന്ന ഗ്രൂപ്പിസം, നിങ്ങൾ കളിക്കുന്ന ചെറ്റത്തരം തുറന്നു കാണിക്കാനാണെന്ന് ഞാൻ വിചാരിച്ചത്,
നിന്റെ ഓരോ സ്റ്റെപ്പും എന്റെ നെഞ്ചിലാ കൊള്ളുന്നത്, ഇത് ഗെയിം കളിക്കാൻ വന്നതല്ല, നീ പോയി ഗെയിം കളിയെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഷാനവാസ് അങ്ങ് പോയി കേട്ടോ. ഷാനവാസ് നല്ല മറുപടിയാ കൊടുത്തത്, ഒരു രക്ഷയില്ലാത്ത മറുപടിയായിരുന്നു ആള് ചെയ്തത് തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരത്ത് ഷാനവാസിന്റെ പുറകെ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശരത്ത് ചോദിക്കുന്നത്, എത്ര പേര് വന്ന് പറഞ്ഞെന്നറിയാവോ നിങ്ങൾ എനിക്കെതിരെ കളിക്കുന്നുണ്ടെന്ന്, എത്ര പേര് പറഞ്ഞെന്നറിയാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഷാനവാസ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, പിന്നെ നീ എനിക്കെതിരെ കളിക്കുമ്പോൾ ഞാൻ അത് കണ്ടുകൊണ്ട് പൊട്ടം കളിച്ചിരിക്കണോന്ന് ചോദിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ ശരത്ത് തിരിച്ചു പറഞ്ഞ, അങ്ങനെ എന്നോട് വന്ന് പറയുമ്പോൾ അല്ലേ എനിക്ക് നിങ്ങൾക്കെതിരെ കളിക്കാൻ പറ്റുള്ളൂ എന്ന് ഷാനവാസ് ഭയങ്കരമായ രീതിയിൽ പറയുമ്പോഴും നമ്മുടെ ശരത്ത് കുറച്ച് പ്ലീസ് ചെയ്ത് ചേട്ടാന്നൊക്കെ ഇക്കാന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് ഞാൻ ഏറ്റവും രസം അക്ബർ ആ ഏരിയയിലേ വരുന്നുമില്ല, അക്ബർ മൈൻഡ് ചെയ്ത് പോലും കാണിക്കുന്നില്ല. അക്ബറിന് ഈ ഒരു പ്രോബ്ലത്തിൽ ഇടപെടാൻ താല്പര്യമില്ല, ഈ പ്രോബ്ലം ഒന്നും അക്ബർ ഇടപെട്ടിട്ടേ ഇല്ല. ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിഷയം വരുമ്പോൾ അക്ബർ മാറി പോവുക, കാര്യം അറിയാം അക്ബറിന് പണി കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് അക്ബർ ഒരിക്കലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പുമായിട്ടല്ല ഗ്രൂപ്പ് ഫോം ചെയ്തേക്കുന്നത്. അക്ബറിന് ഗെയിം കളിക്കാൻ ഒരു ടൂളിന് വേണ്ടിയിട്ടാണ് അപ്പാനിയൊക്കെ ആണെങ്കിലും പിടിച്ചു വെച്ചേക്കുന്നത്. അതാണ് ഇതിലൊന്നും ഇടപെടാത്തത് അക്ബർ. എന്നിട്ട് നമ്മുടെ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ഇപ്പം പുകഞ്ഞ പുള്ളി പുറത്തെന്ന് പറയുന്ന ടാസ്കില് ശൈത്യ എടുത്ത് നിങ്ങൾ ബെഡും കൊണ്ടുപോയപ്പോ ഞാനത് നോക്കിയിരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശൈത്യ എടുത്ത് പോയി പറഞ്ഞില്ലേ, അതേപോലെ തന്നെ അനുവിന്റെ കാര്യത്തിലും നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചില്ലേ, ഇമാതിരി കളിയൊന്നും ഞാൻ കളിക്കാറില്ല, തെറ്റിദ്ധരിപ്പിച്ച് കളിക്കുന്ന കളിയൊന്നും ഞാൻ കളിക്കാറില്ല, നീ വേണമെങ്കിൽ അവന്റെ കൂടെ പോയി താങ്ങി നിന്ന് കളിച്ചു, അതായത് നമ്മുടെ അക്ബറിന്റെ കൂടെ പോയി താങ്ങി നിന്ന് കളിച്ചു, എന്നെ അത് കിട്ടില്ല, ഓരോരുത്തർക്കും വച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ഷാനവാസ് പറഞ്ഞു. എനിക്കത് അതിശയം, ഇത്രയും പറഞ്ഞിട്ട് കൂടി അപ്പാനി ദേഷ്യപ്പെടുന്നില്ല, അക്ബർ ആ ഏരിയയിലോട്ടും വരുന്നില്ല. സാധാരണ അങ്ങനെയല്ലല്ലോ അവര് ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇക്കാര്യത്തിൽ അവർക്ക് ഒന്നും പറയാനില്ലേ അത്. അതെ, അപ്പൊ നമ്മുടെ ഒണിയില് പറഞ്ഞിട്ട് അവന്റെ കളി നോക്കിക്കോട്ടെ, നീ നിന്റെ കളി നോക്കെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസ് പെട്ടെന്ന് പറഞ്ഞ പോടാ പോയി തരത്തി പോയി കളിക്കെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഓണിയിൽ പറയടാ അങ്ങനെ പറയണ്ട അങ്ങനെ പറയണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് ഉടനെ തിരിച്ചിട്ട് ഇത്രയും പറഞ്ഞിട്ട് ശരത്ത് വീണ്ടും ചോദിക്കുക, ഷാനവാസിക്ക് എന്താ നിങ്ങൾ ഇങ്ങനൊക്കെ പറയുന്നേ എന്നാ ചോദിക്കുന്നത്. ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി കേട്ടോ, എന്തൊരു മാന്യത ആക്കി വിട്ടിട്ടുണ്ട് ഷാനവാസ്, നല്ല രീതിക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഒന്നും പറയാനില്ല ഷാനവാസ് അല്ല നമ്മുടെ ഇവന് ശരത്തിന് അപ്പലി ശരത്തിന്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശരത്ത് വന്ന ഗിസേലിനോടും അക്ബറിനോടും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ അക്ബർ ചോദിക്കുന്നുണ്ട്, അയാൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നമ്മളയാൾ എപ്പോഴാ ടാർഗറ്റ് ചെയ്തിരുന്നത്, നമ്മളെന്തോരം കണ്ടേക്കുന്നത്, ഇന്നും കൂടി ഗ്രൂപ്പ് പ്ലാൻ ചെയ്തതാ. അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് ഒന്നും അറിയാത്ത കണക്ക് പറയണേ ലവ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നു പറയുവാണെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗിസേൽ പറയുന്നുണ്ട്, ബിൻസിയുടെ കാര്യമല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് സോർട്ട് ഔട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് ഗിസേൽ പറയുന്നുണ്ട് കേട്ടോ. അല്ല ഗിസേലിനെ അറിയാം, ഗിസേൽ അവിടെയുള്ള എല്ലാവരും ഇതൊക്കെ കണ്ടതാണ്, ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ ലവ് ട്രാക്കും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇവരെ ആരും അധികം ഇടപെടുന്നു, ന്യൂട്രലി നിക്കുക. ഇത് കഴിയുമ്പോ ഒരു കോമഡി കേട്ടോ, അതായത് പോയി സോർട്ട് ഔട്ട് ചെയ്യുന്ന പറയുമ്പോ നമ്മുടെ സ്ഥലത്ത് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാനാ പറയുന്നത്, ബിൻസിയും ഗിസേലും അപ്പോഴത്തേക്ക് നമ്മുടെ അക്ബറും ഗിസേലും കൂടെ ചിരി തുടങ്ങിട്ടോ. അതെ, ഗിൻസിയല്ല പുള്ളിയോട് സംസാരിക്കാൻ പോലും സംസാരിക്കുന്നില്ല ഗിസേൽ. അപ്പോഴത്തേക്ക് നമ്മുടെ അക്ബർ പറയുന്നത്, നിന്റെ സൈഡിൽ പ്രോബ്ലം ഇല്ലെങ്കിൽ നീ എന്തിനാ പോയി സോർട്ട് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അതാ ഞാൻ എന്തിനാ പോയി സോർട്ട് ഔട്ട് ചെയ്തത്. അപ്പൊ ഗിസേൽ പറയും, ഇല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാവും, നിങ്ങളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന പോലെ അവരുടെ കൂടെ പോയി ഫ്രണ്ട്ഷിപ്പ് കൂടാതെ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗിസേൽ പറയുന്നുണ്ട് കേട്ടോ. ഗിസേലിനെ അറിയാം ഇത് നാറ്റക്കേസായത്, പണി കിട്ടുമെന്ന് ഗിസേലിന് പണി കിട്ടുമെന്ന്, അതുകൊണ്ടാ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടും നമ്മുടെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഈ ഷാനവാസിന്റെ പുറകെ ശരത്ത് പിന്നെയും നടക്കാണ് കേട്ടോ. ഷാനവാസ് ഒരു തരത്തിലും അടുക്കുന്നില്ല, ഗെയിമായിട്ട് തന്നെ കളിക്കാൻ തന്നെ. ഈ ടോപ്പിക് ഇനി ഇവിടെ സംസാരിക്കരുത്, അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അതാണ് ഷാനവാസ് ഇത് സംസാരിക്കുകയില്ലെന്ന് പറഞ്ഞു, പക്ഷെ പ്രൂഫ് സഹിതം ഷാനവാസിന്റെ കയ്യിൽ ഉണ്ട് എന്നും പറഞ്ഞു. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും കാര്യത്തിൽ വല്ലതും ഈ ടോപ്പിക് എടുത്ത് കിട്ടാൻ പെട്ടു, അതായത് മെയിൻ ടാസ്കിലോ എവിക്ഷനിലോ, അതിനാണ് ഈ സോർട്ട് ഔട്ട് ചെയ്യാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഓണിയലും ഗിസയിലും ഷാനവാസും കൂടെ ഇങ്ങനെ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ഗിസേലിനെ അക്ബർ വളരെ മോശമായിട്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, അത് അത്ര നല്ല കാര്യം അല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഷാനവാസിനെ നോക്കി ചിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഗിസയിൽ നോക്കുന്നത് അത് അനീതി എന്ന രീതിയിലല്ലേ. അപ്പൊ ഷാനവാസ് പറയുന്ന അനീതി എന്നൊരു രീതിയിലല്ല എനിക്ക് തോന്നി, അത് വളരെ മോശമായിട്ട് നോക്കിയെന്ന് പറയുമ്പോൾ
ഗിസയിൽ ചോദിക്കുന്നത് നിങ്ങളുടെ നോട്ടം ദേഷ്യ നോട്ടം അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഷാനവാസ് പറയുന്നത് എന്റെ നോട്ടത്തെ പറ്റിയല്ലല്ലോ നമ്മളിവിടെ സംസാരിക്കുന്നത്, ഇവിടെ ഇപ്പൊ അക്ബറിന്റെ നോട്ടത്തെ പറ്റിയല്ലേ സംസാരിക്കുന്നത്, ഡൈവേർട്ട് ചെയ്യുന്ന എന്തിനാ, നിങ്ങൾക്ക് ആരെങ്കിലും ഫേവറേറ്റീസം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിന്നോ എന്ന് നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട്. കാര്യം ഗിസൈലിന് വേണം, ഗിസൈലിന് ഇവരൊക്കെ ടൂളായിട്ട് വേണം. അതുകൊണ്ട് ഇനി എത്ര ഇനി ഒരു കാര്യം പറഞ്ഞാൽ തന്നെയും ഗിസൈൽ അത് സമ്മതിച്ചു കൊടുക്കത്തില്ല. കാരണം നമ്മൾ തന്നെ ഇപ്പൊ കണ്ടല്ലോ, ഗിസയിൽ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും അത് ചോദ്യം ചെയ്യുമ്പോൾ അതിന് വന്ന് നിന്ന് സംസാരിക്കുന്നത് അക്ബറും നമ്മുടെ ഷറത്തും ഒക്കെയാണ്. പക്ഷെ ഇവര് ഒരു കാര്യം മനസ്സിലാവുന്നില്ല, ഇവരാണ് ഇവിടെ മോശക്കാരായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗിസയിൽ ഇന്നത്തെ കിച്ചൺ വഴക്കിൽ പോലും ഗിസയിൽ കാരണം ഉണ്ടായ ഒരു പ്രശ്നത്തിൽ ഗിസയിലും മിണ്ടുന്നില്ല. ഗിസയിൽ മിണ്ടുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ രണ ഫാത്തിമ ഒന്ന് ഗിസലിന്റെ അടുത്ത് മിണ്ടുമ്പോൾ അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു ഹിന്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവരും ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നെവിനാണെങ്കിൽ ഇവർക്കെല്ലാം ഓരോരോ ഹിന്റ് കൊടുക്കും, ഹിന്റ് പോലെ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഇട്ട് അങ്ങ് കൊടുക്കും, എന്നിട്ട് അങ്ങ് പുള്ളിക്കാരി അങ്ങ് പോകും. അതെ അങ്ങനെ ആ ഗെയിം കളിക്കുന്ന പുള്ളിക്കാരി അത് പക്ക ടൂളായി ഇവരെല്ലാം. പക്ഷെ ഗിസയിൽ നല്ല രീതിയിൽ ഗെയിം അവിടെ കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്ട്രോങ് ആയിട്ട് കളിക്കുന്നത് ഗിസയിലും അനുവും മാത്രമാണ് ഗേൾസിൽ നന്നായിട്ട് കളിക്കുന്നത്. പിന്നെ അവിടെ അല്ലാതെ സ്ട്രോങ് ആയിട്ട് കളിക്കുന്നത് ഷാനവാസും നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നിട്ടോ. പിന്നെ ബാക്കി ഈ ആര്യനൊക്കെ ടാസ്ക് ഉണ്ടെങ്കിലും ആര്യനൊക്കെ അവരുടെ സൈഡിൽ നിന്നിട്ട് ഒരു ടൂളാണൊക്കെ ആവുകയാണ് കേട്ടോ ഉള്ളതൊക്കെ. ഗെയിമിൽ നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ടൂളായിട്ട് നിൽക്കുവാണ്. അവരിപ്പം ടാസ്ക് വന്നാത്തോടി അവര് ഓപ്പോസിറ്റ് വന്നാൽ എനിക്ക് തോന്നുന്നില്ല ആര്യൻ പക്കയായിട്ട് ഗെയിം കളിക്കുമെന്ന്. അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇതെത്രയാണ് നടന്നിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. അതേപോലെ അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമ്മൾ ഉടനെ വരേക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ മസ്റ്റ് ആയിട്ട് എഴുതുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.